എനിക്കൊരു ഫോൺ കോൾ. അച്ഛാ, എൻ്റെ ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഒരാഴ്ച ഞാൻ കുറേ കരഞ്ഞു. നമുക്ക് കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു ഭക്ഷണം. ജയിൽവാസം അത്ര നല്ല സമയമല്ല, പ്രത്യേകിച്ച് ഒരു 4500 പ്രിസണേഴ്സ് ഉള്ള ഒരു സെൻട്രൽ ജയിലിൽ. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വരിക, കൊടും കുറ്റവാളികളോടൊപ്പം ജയിലിലെ വൃത്തിഹീനമായ ചുറ്റുപാടിൽ എന്നു പുറത്തിറങ്ങാൻ കഴിയുമെന്നറിയാതെ ഓരോ ദിനവും തള്ളി നീക്കുക. സിനിമാ കഥകളിൽ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് അനുഭവിക്കേണ്ടി വരിക എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഈ പറഞ്ഞതെല്ലാം അനുഭവിച്ചു തീർത്ത ഒരു വൈദികൻ നമുക്കിടയിലുണ്ട്, ഫാദർ ബാബു ഫ്രാൻസിസ്. ഉത്തർപ്രദേശിലെ അലഹബാദ് രൂപതാംഗവും അഡ്വക്കേറ്റുമായ ഫാദർ ബാബു 83 ദിവസമാണ് നൈനി സെൻട്രൽ ജയിലിൽ കഴിഞ്ഞത്. തൻ്റെ ജയിലനുഭവങ്ങൾ സൺഡേ ശാലോം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ഫാദർ ബാബു ഫ്രാൻസിസ്. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ബാബു ഫ്രാൻസിസ്, അലഹബാദ് രൂപത, ഉത്തർപ്രദേശ് സ്റ്റേറ്റിൽ. എൻ്റെ പട്ടം 1994 ഏപ്രിൽ 10 ലേറ്റ് ബിഷപ്പ് ഇസുറോ ഫെർണാണ്ടസ് ആണ് എനിക്ക് പട്ടം നൽകിയത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡയറക്ടറായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഒക്ടോബർ 1 ഞായറാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് പണികളായിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്കൊരു ഫോൺ കോൾ. അച്ഛാ, എൻ്റെ ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി, അച്ഛൻ ഒന്ന് സഹായിക്കണം. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നൊരു മിസ്റ്റർ പീറ്റർ പോൾ, അവൻ്റെ വൈഫാണ് ഈ വിളിച്ചത്. അപ്പം എനിക്കറിയാം പീറ്റർ പോൾ ഒരു നല്ല മനുഷ്യനാണ്, വളരെ ഇന്നസെൻറ്റ് മനുഷ്യനാണ്. അത് കേട്ടപ്പോൾ ഞാൻ ഉടനെ വണ്ടിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി. ഞാനൊരു വക്കീലാണ്, സിവിൽ ലോ പഠിച്ചിട്ടുണ്ട്, കാനൻ ലോ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോൾ മിസ്റ്റർ പീറ്റർ പോളിൻ്റെ ചേട്ടൻ, അവൻ്റെ ഒരു റിലേറ്റീവ്, അവൻ്റെ വൈഫ്, എല്ലാവരും പോലീസ് സ്റ്റേഷനിലുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-20 ഹിന്ദു ഗ്രൂപ്പ്സ് അവിടെ എത്തി. അവർ ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളവും, കൺവേർഷനെ പറ്റി കുറേ ബഹളം പോലീസുകാരുടെ അടുത്ത്. അപ്പോൾ ഞാൻ അതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അടുത്ത് ചെന്ന് അത് കേൾക്കാൻ നോക്കി. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട. അപ്പോൾ ദൂരെ നിൽക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കൺവേർഷൻ്റെ ടോപ്പിക് കേട്ടപ്പോൾ ഞാനതൊന്ന് സീരിയസ്ലി കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടിയും അടുത്ത് ചെന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന ഒരാൾ എന്നോട് എൻ്റെ പേര് ചോദിച്ചു, എൻ്റെ അപ്പൻ്റെ പേര് ചോദിച്ചു, എൻ്റെ വിലാസം ചോദിച്ചു. അയാളത് എഴുതിയെടുത്തു. അടുത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 ആൾക്കാർ, മിസ്റ്റർ പീറ്റർ പോൾ, മിസ്റ്റർ മൈക്കിൾ സിൽവെസ്റ്റർ, മിസ്റ്റർ ജോൺ ഡൊമിനിക്, പിന്നെ മിസ്റ്റർ പീറ്റർ പോളിൻ്റെ വൈഫ് സാൻഡ്ര, ഇവരെല്ലാവരുടെയും പേരും അപ്പൻ്റെ പേരും വിലാസവും എഴുതിയെടുത്തു. അതോടെ പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നേരെ ലോക്കപ്പിലേക്ക് പോകണം. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ അവർ വാങ്ങിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 10 മിനിറ്റിൽ ഞങ്ങൾ 4 പേരും പീറ്റർ പോളിൻ്റെ വൈഫ് മുഖേന ഞങ്ങൾ 5 പേര് പോലീസ് ലോക്കപ്പിലായി. എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റിയില്ല. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് പീറ്റർ പോളിൻ്റെ ചേട്ടൻ ഒരു പെന്തകോസ്ത പള്ളിയിൽ ഒരു പാസ്റ്ററാണ്, അവിടെ പ്രേയർ നടത്തുന്നുണ്ട്. അയാളെ പിടിക്കാൻ പോയൊരു അയാളെ കിട്ടാത്ത കാരണം മിസ്റ്റർ പീറ്റർ പോളിനെ പിടിച്ചുകൊണ്ട് വന്നു. അവരെന്നോട് പറഞ്ഞു, അച്ഛൻ പൊക്കോ, ഇത് ഒരു വളഞ്ഞ കേസാണ്. ഞാൻ പറഞ്ഞു, എന്നാലും എനിക്ക് പറ്റുന്ന സഹായം മിസ്റ്റർ പീറ്റർ പോളിന് ചെയ്തു കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ തങ്ങി നിന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി മുഴുവൻ ഒക്ടോബർ 1 പോലീസ് സ്റ്റേഷനിൽ കിടന്നു. ഒക്ടോബർ 2 ഞങ്ങൾ മജിസ്ട്രേറ്റിനടുത്ത് പോയി. അവിടെ നിന്ന് ഹെൽത്ത് ചെക്കപ്പ്. അത് കഴിഞ്ഞ് രാത്രി 8:30 മണിക്ക് ഞങ്ങൾ നൈനി സെൻട്രൽ ജയിലിലെത്തി. നൈനി സെൻട്രൽ ജയിലിലെത്തിയ ഫാദർ ഫ്രാൻസിസും കൂട്ടുകാരും വല്ലാത്തൊരു വീർപ്പുമുട്ടലിലൂടെയാണ് കടന്നുപോയത്. കുളിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ സൗകര്യമില്ല, വായിൽ വയ്ക്കാൻ കൊള്ളാത്ത ഭക്ഷണം. ഒരാഴ്ചയോളം കരച്ചിൽ മാത്രമായിരുന്നു അവർക്ക് കൂട്ടിനുണ്ടായിരുന്നത്. 82 ദിവസം ജയിലിൽ വളരെ കഠിനമായ സമയമായിരുന്നു. എനിക്കറിയാം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജയിലിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം,
അവിടുത്തെ സാഹചര്യം കണ്ടിട്ട് വളരെയധികം ദുഃഖം. പക്ഷെ എനിക്കറിയാം ഇവിടുന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര കഠിന പരിശ്രമം വേണ്ടി വരും. ഒരാഴ്ച ഞാൻ കുറേ കരഞ്ഞു. അവിടുത്തെ സാഹചര്യം വളരെ വേദനയുള്ളതായിരുന്നു. വൃത്തി വെടുപ്പില്ല, നമുക്ക് കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു ഭക്ഷണം. അവിടുത്തെ ആൾക്കാർ നമ്മളെ നോക്കിയിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഓ നിങ്ങൾ ക്രിസ്ത്യൻസ് ആണല്ലേ, നിങ്ങൾ കൺവേർഷൻ ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ അവർക്ക് ശരിയായ നമ്മുടെ മിനിസ്ട്രി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്കൂൾ വഴി, ഹോസ്പിറ്റൽ വഴി, സോഷ്യൽ വർക്ക് വഴി പല സേവന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന അവർ അറിയുന്നില്ല. ഒരാഴ്ച ഞാൻ കുറേ അധികം ബുദ്ധിമുട്ടി. എന്നെ കൂടിനായിരുന്ന 3 നമ്മുടെ സുഹൃത്ത്, അവർക്കും ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പെട്ടെന്നൊന്നും ഇവിടുന്ന് മോചനം കിട്ടാൻ സാധ്യതയില്ല. ഞങ്ങൾ അവിടെ തരുന്ന ഭക്ഷണം കുറച്ചൊക്കെ കഴിച്ചു തുടങ്ങി. അവിടുത്തെ കുളിക്കാനുള്ള സംവിധാനം, ടോയ്ലറ്റിൽ പോകാനുള്ള സംവിധാനം ഒക്കെ വളരെ മോശമായ സാഹചര്യമായിരുന്നു. പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ടായിരുന്നു, ഇവിടെ എങ്ങനെ ആൾക്കാർ ജീവിക്കുന്നു. എൻ്റെ അടുത്ത് താമസിക്കുന്ന ഉറങ്ങുന്ന പലരും 10, 12, 15 കൊല്ലം ജയിലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? വളരെ ഒരു അതിശയമുള്ള കാര്യമായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, കരഞ്ഞിട്ട് കാര്യമില്ല, ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. ആദ്യം ഞങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു, കർത്താവ് എന്നെ ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോകണം, എന്നെ ഇവിടുന്ന് മോചിപ്പിക്കണം. 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന മാറി. ഇപ്പോൾ പ്രാർത്ഥനയായിരുന്നു, കർത്താവ് നീ തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തു വരാം. ഓരോ തവണയും ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജയിലിലായിരുന്ന ഫാദർ ബാബുവും ജയിലിന് പുറത്ത് ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരും. എന്നാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നിരവധി തവണ ഇവരുടെ ജാമ്യാപേക്ഷ കോടതി നിരസിക്കുകയാണുണ്ടായത്. ഞങ്ങളെ കാണാൻ വരുന്ന വിസിറ്റേഴ്സ് പറയും, അച്ഛൻ്റെ ഡേറ്റ് ഇത്രാം തീയതിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിലൊരു ആശ, ഈ പ്രാവശ്യം നമുക്ക് പുറത്തു വരാൻ പറ്റും, ബെയിൽ കിട്ടും. അന്ന് ഞങ്ങൾ ദിവസം മുഴുവൻ ഒന്നും തിന്നാതെ കുടിക്കാതെ പ്രാർത്ഥന മാത്രമായിട്ട് ഞങ്ങൾ ആ ഒരു ദിവസം മുഴുവൻ ജയിലിൽ കഴിയും. അടുത്ത ദിവസം 11 മണിക്ക് ഞങ്ങളെ ആൾക്കാർ കാണാൻ വരുമ്പോൾ നമുക്ക് ന്യൂസ് കിട്ടുന്നത് ബെയിൽ കിട്ടിയില്ല, അടുത്തൊരു തീയതിയാണ് ഇനി അടുത്ത ഡേറ്റ്. ഒരു നിരാശ, എനിക്ക് തിരിച്ച് ആ ഒരു ലോകത്തേക്ക് തിരിച്ചു പോകണം. പക്ഷെ വേറെ മാർഗമില്ല. അടുത്ത ഡേറ്റ് വരുമ്പോൾ പിന്നെ ഞങ്ങൾ പൂർണ്ണ ആശയോടെ ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾ പുറത്തു വരും. പക്ഷേ അത് നടന്നില്ല. അടുത്തൊരു ഡേറ്റ് വരും. പലപ്പോഴും വളരെയധികം നിരാശയും വളരെയധികം ദുഃഖം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഒരു വിചാരം, കർത്താവ് നമ്മോട് കൂടെയുണ്ട്, കർത്താവ് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും എന്നൊരു ഹോപ്പ്, ഒരാശ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അതുവഴി ആ സമയം എങ്ങനെയൊക്കെയോ കടന്നുപോയി. കൂടെയുള്ളവരെ കുറിച്ച് ഓർത്തായിരുന്നു ഫാദർ ബാബുവിന് കൂടുതൽ വിഷമം. അവർ ഭാര്യയും മക്കളുമായി കുടുംബമായി കഴിയുന്നവരാണ്. നിരാശത നിറഞ്ഞ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവിടത്തേക്ക് സാക്ഷികളാകാൻ കിട്ടിയ അവസരമാണിതെന്ന് പറഞ്ഞ് ഫാദർ ബാബു അവരെ ധൈര്യപ്പെടുത്തി. എൻ്റെ കൂട്ടുകാർ 3 പേരും കല്യാണം കഴിച്ച് ഫാമിലീസ് ഉള്ള ആൾക്കാരാണ്. അവർ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ടായിരുന്നു. ഞാനൊരു അച്ഛനാണ്. പക്ഷെ അവരുടെ ഭാര്യ, കുട്ടികൾ, അവർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. സ്വീകരിക്കാൻ എൻ്റെ ഭർത്താവ് ജയിലിലാണ് എന്നുകൊണ്ട് അത് അവരുടെ ഫാമിലിക്ക് ഒരു പൊട്ടപ്പേര്, അറിയുന്ന ആൾക്കാർക്ക് പല വിചാരങ്ങൾ. പലപ്പോഴും ഡേറ്റിന് ബെയിൽ കിട്ടാത്ത സമയത്ത് അവർ ഭയങ്കരമായിട്ട് ദുഃഖം, കരച്ചിൽ. അപ്പോൾ ഞാൻ അവരോട് പറയും, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ എങ്ങനെയായാലും നമുക്ക് ബെയിൽ കിട്ടും. പിന്നെ നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ കർത്താവിന് വേണ്ടി, ഒരു നല്ല മനുഷ്യന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ അവൻ്റെ കൂടെ നമ്മൾ നിന്നു. അതിൻ്റെ ഒരു കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് കുറച്ച് ദിവസം ഇവിടെ
ദുഃഖത്തിലും കഷ്ടത്തിലും ഈ ജയിലിൽ നമ്മൾ ജീവിക്കണം. അത് നമുക്ക് ഒരു നെഗറ്റീവായിട്ടല്ല, ഒരു പോസിറ്റീവ് അപ്രോച്ചായിട്ട് എടുക്കാം. നമ്മുടെ കൂടെ ജീവിക്കുന്ന പല പ്രിസണേഴ്സ്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്. അവർ നമ്മളോട് വർത്താനം പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾക്കറിയാം നിങ്ങൾ നിരപരാധിയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. തെറ്റ് ചെയ്യാത്ത പല ആൾക്കാർ ആ ജയിലിലുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു ആശ്വാസം, ഇത് കർത്താവിന് വേണ്ടിയാണ്, കർത്താവിന് വിശ്വാസത്തിന് വേണ്ടിയാണ്, കർത്താവിൻ്റെ ഒരു സാക്ഷ്യം പറയാനുള്ളൊരു അവസരമാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെ കാണാൻ വരുന്ന ഓരോരുത്തരും ഞങ്ങളോട് പറയും, അച്ഛാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പല പ്രെയർ ഗ്രൂപ്പ്സിലും പല കുർബാനയിലും പല ആരാധനയിലും അവർ ഞങ്ങളുടെ പേരെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് വലിയൊരു ആശ്വാസവും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ളൊരു ശക്തിയും സാമർഥ്യം ഞങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നുണ്ടായിരുന്നു. 4500 പേരാണ് തടവുകാരായി ആ ജയിലിൽ ഉണ്ടായിരുന്നത്. അതിൽ ഫാദർ ബാബുവും സഹപ്രവർത്തകരും മാത്രമായിരുന്നു ക്രിസ്ത്യാനികളായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സഹതടവുകാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ജയിലിൽ ഇവർ സമയം കണ്ടെത്തി. ജയിൽവാസം അത്ര നല്ല സമയമല്ല. പ്രത്യേകിച്ച് ഒരു 4500 പ്രിസണേഴ്സ് ഉള്ളൊരു സെൻട്രൽ ജയിലിൽ ഞങ്ങൾ 4 പേരാണ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഹിന്ദുസും മുസ്ലിംസാണ്. നമ്മളവിടെ ജീവിക്കുമ്പോൾ നമുക്ക് 2 കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഒന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് മറ്റുള്ളവരായിട്ട് സംസാരിക്കുക. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരായിട്ട് വർത്തമാനം പറയുമ്പോൾ അപ്പോൾ അവർ പറയാറുണ്ട്, അച്ഛാ ഞങ്ങളിങ്ങനെ ഇവിടെ വന്ന് പെട്ടുപോയി. കുറച്ച് പേര് നമ്മളോട് പറയും അവരുടെ ജീവിതത്തിൽ എന്തോ ചെറിയൊരു അബദ്ധം പറ്റി അവരിവിടെ ജയിലിൽ വന്നു. പക്ഷെ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ അവരെ മനസ്സിലാക്കിയിട്ടില്ല. എവിടെയോ ഒരു ദുർഭാഗ്യത്തിൽ അവർ പെട്ടുപോയി. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ശരിയാണെന്ന് വിചാരിച്ച് ചെയ്തു. പക്ഷേ അവരെ തിരുത്താനോ അവരെ മനസ്സിലാക്കാനോ അവരെ സ്നേഹിക്കാനോ അവരെ തുറന്ന് സ്വീകരിക്കാനോ ആരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് അവർ ജയിലിലാണ്. തെറ്റവർ ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ മാത്രമായിട്ട് വിധിച്ചവരല്ല. അവർക്ക് വേണ്ടി നമുക്ക് ഒരു നല്ല മനസ്സോടെ, ഒരു തുറന്ന ഹൃദയത്തോടെ അവരെ കേൾക്കാനും അവരെ സ്വീകരിക്കാനും നമ്മൾ റെഡിയാവുമ്പോൾ അവർ എന്തായാലും നല്ല മനുഷ്യന്മാരായിട്ട് പുറത്തു വരും. ഞാൻ അവരായിട്ട് സംസാരിക്കും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ഇനിയും ജയിലിൽ വരും ഇവരെ കാണാൻ, ഇവരായിട്ട് സംസാരിക്കാൻ, ഇവരെ കേൾക്കാൻ, ഇവർക്ക് ആശ്വാസം നൽകാൻ. പല പ്രിസണേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ പുറത്തു വരുമ്പോൾ അച്ഛനെ കാണാൻ വരും. അവിടെയും ഞാൻ പലപ്പോഴും കർത്താവിനെ പറ്റി, ബൈബിളിനെ പറ്റി, നമ്മുടെ വിശ്വാസത്തിനെ പറ്റി അവരായിട്ട് പങ്കുവെച്ചു. ഞാൻ കണ്ടിടത്തോളം ഇന്ന് നമുക്ക് വേണ്ടത് അവരെ സ്നേഹിക്കാനും സ്വീകരിക്കാനും അവരെ മനസ്സിലാക്കാനും ഉള്ളൊരു മനസ്സ് നമുക്കെല്ലാവരും എപ്പോഴും ഉണ്ടാവണം. ജയിലിലെ ബഹളങ്ങൾക്കിടയിലും പ്രാർത്ഥന മാത്രമാണ് തങ്ങളെ പിടിച്ചു നിർത്തിയതെന്ന് ഈ വൈദികൻ പറയുന്നു. ജപമാല കയ്യിലില്ലായിരുന്നുവെങ്കിലും ദിവസവും 12ഓളം ജപമാല ചൊല്ലുമായിരുന്നു. മറ്റുള്ളവരോട് ക്രിസ്തുവിനെക്കുറിച്ച് പറയാനും അദ്ദേഹം സമയം കണ്ടെത്തി. 82 ദിവസത്തിൻ്റെ ജയിൽവാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശക്തിയും നമ്മുടെ കാശ്, നമ്മുടെ കുടുംബം, നമ്മുടെ പഠിപ്പ്, നമ്മുടെ കോണ്ടാക്ട്സ് ഇതെല്ലാം ഒന്നുമല്ല. അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തയ്യാറായിരിക്കണം. ഞാൻ ഒരു സ്വപ്നത്തിലും വിചാരിച്ചില്ല ഞാൻ ജയിലിൽ പോകുന്നു. ഞാൻ ഒരു വക്കീലാണ്, പഠിപ്പുള്ളവനാണ്, അച്ഛനാണ്, ഭാഷകളറിയാം, പല കാര്യങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. അത് വിചാരിച്ച് ഞാൻ അന്ന് സ്റ്റേഷനിൽ പോയി ഞാൻ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി പീറ്റർ പോളിനെ അവിടെ നിന്ന് വിടിയിക്കാം. പക്ഷേ 15 മിനിറ്റിൽ എൻ്റെ ജീവിതം കംപ്ലീറ്റ്ലി മാറി.
ഞാൻ അറിയാത്ത സ്ഥലത്തേക്കാണ് ഞാൻ പിന്നെ പോയത്. കാണാത്ത സ്ഥലമാണ് ഞാൻ കണ്ടത്. എൻ്റെ പഠിപ്പും എൻ്റെ കാശും എൻ്റെ പ്ലാനിങ് എന്നെ രക്ഷിക്കാനാവില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പഠിച്ചത്, നമ്മൾ നിരന്തരം കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ ഒരു മാസം കഴിയുമ്പോഴേക്കും ജയിലിൽ എനിക്ക് ഭയങ്കര കഷ്ടം, ദുഃഖം, എനിക്ക് ഭയങ്കര പ്രയാസം. അപ്പോൾ ഞാൻ അടുത്ത് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഉറങ്ങുന്ന ഒരു പ്രിസണർ 18 കൊല്ലമായിട്ട് ആ സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര പ്രയാസം തോന്നി തുടങ്ങി. എന്നെ കാണാൻ ആഴ്ചയിൽ 3 പ്രാവശ്യം അച്ഛന്മാർ, സിസ്റ്റർമാർ, പല ആൽമാർ വരുന്നുണ്ട്. പക്ഷെ ഇവരെ കാണാൻ ഒരു കൊല്ലത്തിൽ ചിലപ്പോൾ ആരെങ്കിലും വന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാർ. പലപ്പോഴും നമ്മളത് ചിന്തിക്കാറില്ല. നമുക്ക് കിട്ടുന്ന എല്ലാ നല്ല കാര്യത്തിനും നമ്മളെപ്പോഴും കർത്താവിനോട് നന്ദി പറയണം. ഞാൻ ജയിലിൽ 82 ദിവസം കിടന്നപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, എനിക്ക് വല്ല അസുഖം വരുമോ. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ 4 പേർക്കും ഒരു അസുഖമോ ഒന്നും ഉണ്ടായില്ല. മൂന്നാമത്തെ കാര്യം, നമ്മൾ ജീവിതത്തിൽ നന്നായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ പ്രാർത്ഥനയാണ് ഏകമാത്ര രഹസ്യം. പ്രാർത്ഥനയാണ് നമുക്ക് മോചനം നൽകുന്നത്. ഞാൻ ആദ്യത്തെ ഒരാഴ്ച കുറേ ദുഃഖത്തിലായിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ എനിക്ക് മനസ്സിലായി, കർത്താവിൻ്റെ ഹിതം സ്വീകരിക്കുകയാണ് ഏകമാത്ര വഴി എനിക്ക് കിട്ടുന്നത്. പ്രാർത്ഥനയാണ് എന്നെ അവിടെ 52 ദിവസം ജീവനോടെ വെച്ചത്. ഞാൻ ഒരു ദിവസം 10-12 കൊന്ത ചെല്ലും, കുറേ നേരം മിണ്ടാണ്ടിരിക്കും. പ്രാർത്ഥനയുടെ ഒരു സാഹചര്യമല്ല അവിടെ. ആൾക്കാരവിടെ വർത്തമാനം പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ആൾക്കാർ പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏകാന്തമായിട്ട് ജീവിക്കാനോ ഇരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒരു സ്ഥലമില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയൊക്കെയോ കർത്താവിനെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. ഇന്ന് എൻ്റെ വിശ്വാസം വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയം, ഞാൻ എങ്ങനെയാണ് 52 ദിവസം അവിടെ ജയിലിൽ ജീവിച്ചത്. ഇന്ന് എനിക്കറിയാം, പ്രാർത്ഥനയുടെ ഒരു സ്പെഷ്യൽ രുചി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ബൈബിൾ കയ്യിലില്ലെങ്കിലും കൊന്ത കയ്യിലില്ലെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. ഇന്ന് നമുക്ക് ഒരു വിശ്വാസം മറ്റുള്ളവർക്ക് നൽകാനുള്ളത് നമ്മുടെ പ്രാർത്ഥന വഴിയാണ്. ഉത്തർപ്രദേശിലെ സോനഭദ്ര ജില്ലയിൽ ബിർള കമ്പനിയിൽ ജോലിക്കാരനായിരുന്ന തൃശൂർ സ്വദേശി പുറത്തൂർ കിട്ടൻ വീട്ടിൽ ഫ്രാൻസിസിൻ്റെ മകനാണ് അലഹബാദ് രൂപതയിൽ സോഷ്യൽ സർവീസ് ഡയറക്ടറായ ഫാദർ ബാബു ഫ്രാൻസിസ്. എന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പ്രാർത്ഥിച്ചു, ആരാധന, ഉപവാസം. ഈ സമയം ഞാൻ അവരെല്ലാവരും ഓർക്കുന്നു. അലഹബാദ് രൂപതയുടെ ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ലൂയിസ് മസ്ക്രേനസ്, വിക്കർ ജനറൽ റെവറൻഡ് ഫാദർ റെജിനാൾഡ് ഡിസൂസ, അച്ഛന്മാരും കന്യാസ്ത്രീകളും, അതുകൂടാതെ ഇന്ത്യയിലും ലോകത്തിലുള്ള എല്ലാ ക്രിസ്തീയ സഭ, ക്രിസ്തീയ അസോസിയേഷൻസ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഒരു വൈദികനും അഡ്വക്കറ്റുമായ തൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഫാദർ ബാബു ചോദിക്കുന്നു. മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പേരിൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന സംഭവങ്ങളുടെ യഥാർത്ഥ ചിത്രമാണ് ഫാദർ ബാബു ഫ്രാൻസിസിൻ്റെ അനുഭവത്തിലൂടെ വ്യക്തമാകുന്നത്.